പിന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നേ? എന്നാ പറ്റി? ഞാനിന്ന് അവളെ കാണാൻ പോയായിരുന്നു. ആരെ? മീനുവിനെയാണോ? എന്നിട്ട് എന്നാ ഉണ്ടായി? കേട്ടോളയാ, അമ്മ പോയതിന് ശേഷമേ ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ വരണം. എനിക്കാണ് ഇപ്പം എല്ലാം പോകുന്നത്. രാവിലെ കപ്പ വേണം, കപ്പ അല്ലേ ചക്ക. ഈ ഗൾഫിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അങ്ങ് മതി മതി, അത് കഴിക്ക്. എത്ര നാളായി നിങ്ങൾ അങ്ങോട്ടൊക്കെ വന്നിട്ട്? നിങ്ങളെ അങ്ങോട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി. നീ അധികം വലിയ ബന്ധമൊന്നും പുലർത്തണ്ടളയാ. ഞങ്ങളെ കണ്ടില്ലേ, ഇനിയിപ്പോൾ കാണണമെന്നും പറഞ്ഞ് ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് അങ്ങനെ വരണമെന്നില്ല. അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകാൻ നോക്കും. അവനങ്ങനെ പെരുമാറിയതല്ലല്ലോ എനിക്ക്. അവനങ്ങനെ ഒരുത്തനാ. പക്ഷെ അവള് ഒന്നും മിണ്ടിയില്ലടി. നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് അവനെ ഉപേക്ഷിച്ച് വന്നപ്പോഴേക്കും ആങ്ങളമാരിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവളുടെ കൂടെ നിൽക്കാനായിട്ട്. പക്ഷെ ഇന്ന് കുടുംബമാകുമ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാവും. ഓരോന്ന് പറഞ്ഞും കേട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരുമല്ല ചെയ്യേണ്ടത്. ആഹാ, എൻ്റെയൊക്കെ അപ്പനാണെങ്കിൽ ഉണ്ടല്ലോ ഈ കവളമ്മ വെട്ടിയിട്ട് അടിച്ച് വിടാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. അതിന് ഞാൻ കരുതി ഇങ്ങനെയൊക്കെ ആവുമെന്ന്. 12ാം ക്ലാസ് പരീക്ഷ തോറ്റിരുന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു അവളോട് അത് എഴുതിയെടുക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും ഒരാൾ ആലോചനയായിട്ട് വന്നപ്പോൾ ഗൾഫുകാരനാന്ന് കേട്ട് ഇപ്പോൾ തുള്ളിത്തെറിച്ച് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് പോയതല്ലേ. എന്നിട്ട് ഇപ്പോൾ അവൻ ഓരോ കുറവെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറുക. ഇവളുടെ വലിയാങ്ങളെ പറഞ്ഞേക്കണം ഇവിടെ പിടിച്ചു നിർത്താതെ അവളെ കയറ്റി വിടാനായിട്ട്. അങ്ങനെയൊക്കെ പറയാം. എൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ല. ഗൾഫുകാരനെ കണ്ടപ്പോൾ എന്ന് പറയാം എല്ലാത്തിനും ഉന്തി തള്ളി വിട്ടു. അങ്ങനെയുടെ ബാധ്യത തീർത്തു. അമ്മയെ നിർത്ത്, ഞാൻ നോക്കിക്കോളാം അവളെ. അതിനാടാ നീ അങ്ങനെ പറഞ്ഞേ? നിനക്ക് ഇവളുടെ കാര്യം ബാക്കിയുള്ള കാര്യമൊക്കെ നോക്കണ്ടേ? ഇനി പെങ്ങളെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ നോക്കുവാണോ? ഞാൻ നോക്കിക്കോളാം അവളുടെ കാര്യത്തിൽ. ഇനി വേറെ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം അവളെ. അവളിവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കതറിഞ്ഞാൽ മതി. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിക്കുക, ഞാനൊന്നും പറയുന്നില്ല. എന്നാടി അവിടെ ബഹളം? നമ്മുടെ പെണ്ണിങ്ങോട്ട് പോന്നേക്കണേ, ഏതാണ്ട് തല്ലി പിടിച്ച് പോന്നേക്കണേ. ഇനി അവൾ പോണില്ലെന്ന്. ഇനിയിപ്പോൾ ആങ്ങളെ സംരക്ഷിച്ചോളാന്ന് പറയുക. എന്നാ പറയാനായിട്ടാ? നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ബേബിച്ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ ഇരിക്കുന്നേ. പെണ്ണിൻ്റെ കാര്യത്തിൽ മനപ്രയാസം കയറിയിട്ട് അങ്ങ് ആയതാ. എന്നാ ചെയ്യാൻ വേണ്ടിയിട്ടാ? അവളോട്ടിട്ട് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അവളിട്ട് തിരിച്ച് വീട്ടിലും പോകത്തില്ല. ആ ചെറുക്കൻ വിളിച്ചോണ്ട് പോകാൻ ഇതുവരെ വന്നില്ലേ? ഈ ആങ്ങളെ ചെറുക്കനുണ്ടല്ലോ, അവനിങ്ങനെ പൊത്തിപ്പിടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കിക്കോളാം. പിന്നെ അവളെങ്ങനെയാണ് പോകാനിരിക്കുന്നേ? ഇക്കാലത്ത് ഇങ്ങനത്തെ ആങ്ങളമാരുള്ളതൊക്കെ നല്ലതാ. അവന് കിട്ടുമ്പോൾ അവൻ പിടിച്ചോളൂ. ഞാനേ പള്ളിയിലോട്ടൊന്ന് പോയിട്ട് വരാം. വീട്ടിലോട്ടൊരു കണ്ണ് വേണേ. ചേച്ചിയേ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എല്ലാരും ഇവിടെ പോയി തുറന്നിട്ടിട്ട്. ചേട്ടായിയേ, ഇവിടെ വന്നിരിക്കുവാണ് എല്ലാരും. എന്തിയേ? ഈ മേലാത്ത ആളാണ് ഇവിടെ വന്നിരിക്കുന്നേ. ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കൊച്ചേ, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? കുഴപ്പമില്ലാത്ത ആളാ. ഇപ്പൊ 5-6 ദിവസം അങ്ങ് ഹോസ്പിറ്റലിൽ കിടന്നത്. ചേട്ടായിനെ വിട്ടിട്ട് എല്ലാരും എങ്ങോട്ട് പോയേക്കുവാ? അവൾ പള്ളിയിലോട്ട് പോയി. പിള്ളേരെ അപ്പുറത്തെ ഉണ്ട്. ഉമ്മർത്തി ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ എന്നാ പോയി നോക്കട്ടെ. പറഞ്ഞു വരുമ്പോ നിന്റെ അപ്പന്റെ ചേച്ചിയുടെ മോളാ. എനിക്കത് പറഞ്ഞു തരാനുള്ള അധികാരമുണ്ട്. നീ ഇപ്പൊ കാണിക്കുന്ന വെറും മണ്ടത്തരവാ. കെട്ടിച്ച പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവളെ കെട്ടിച്ചു വിട്ടതല്ലേ. നിനക്ക് ഇവളുടെ എല്ലാ കാര്യവും നോക്കട്ടെ. എൻ്റെ ചേച്ചി, അവനൊരു വൃത്തികെട്ടാണ് ചേച്ചി. അവൾ വന്നിരിങ്ങനെ കരയുമ്പോഴേക്കും പിന്നെ നമ്മൾ എന്നെ കണ്ടില്ലെന്ന് അടിക്കണോ? പിന്നെ അവളിവിടെ നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഇവളൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഇവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് ഇവള് പൊട്ടിയായിട്ട് പയറ് പോലെ നടന്ന അച്ഛയാണോ? ഇപ്പൊ എന്നാ BP കൂടി എന്നാത്ത കാര്യം ഇരിക്കണേ? അവളുടെ കാര്യം ഓർത്ത് മനപ്രയാസം വന്നിട്ടല്ലേ ഈ ആശുപത്രി കയറി കിടക്കേണ്ട വരുന്നത്. അതിന്റെ ചെലവെന്നാ നീ തന്നെയല്ലേ നോക്കണ്ടത്? ചേച്ചി, നാത്തൂൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് 10 പറ ചോറൊന്നും ഉണ്ണുന്നില്ല. പിന്നെ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം, ഇച്ചാൻ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതങ്ങ് നടന്നു പൊക്കോളും. ഹെൽത്ത് ഇൻഷുറൻസ് ഇതെടുക്കുമ്പോൾ തന്നെ അവൻ്റെ ഒത്തിരി പൈസ പോകത്തില്ല. എല്ലാവർക്കും വേണ്ടേ? അതിന് മാത്രം പൈസ ഒന്നും ആവത്തില്ല ചേച്ചി. ഇപ്പോൾ 400-500 രൂപ മുതലുള്ള പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെ കവറേജും കിട്ടും. ഇപ്പോൾ GST ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറഞ്ഞ നിരക്കിലെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഉണ്ട്. ഇവ തമ്മിൽ കമ്പയർ ചെയ്ത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചേച്ചി ചേട്ടായി പുറത്തല്ലേ, പ്രവാസികൾക്ക് പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ വിലക്കുറവിൽ നാട്ടിൽ നിന്ന് എടുക്കാം. ചേച്ചി BP, ഡയബറ്റിക്, ആസ്മ, തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന 1ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. ചേച്ചി 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. അല്ലേ ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പെങ്ങളെ പിടിച്ചുവിടെ നിർത്താനായിട്ടാണോ എന്നാ ഉദ്ദേശം? എൻ്റെ ചേച്ചി അവൾക്കൊരു ജോലിയുണ്ട്, അവൾ അവളുടെ കാര്യം നോക്കിക്കോളും. ഓ പിന്നെ എന്നാന്ന് വെച്ചാ കാണിക്ക്. ഇതാകുമ്പോ വലിയ റേറ്റ് വരുന്നില്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ. ഇതിനെത്രയാ? ഒന്ന് നോക്കിക്കോ, ഇപ്പൊ വരാവേ. നല്ല ജോലി, ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ ജോലി. അത് പുറത്തു പോയി അതിന് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇവിടെ. പുറത്തു പോയി സംസാരിക്കാം. സ്വന്തം ഭർത്താവിനോട് സംസാരിക്കണമെങ്കിൽ ഇത്രയും ഇറങ്ങി പറഞ്ഞായിരിക്കും അല്ലേ? സ്വന്തമായിട്ട് വരുമാനമൊക്കെ ആയതുകൊണ്ട് നമ്മളെ വേണ്ടായിരിക്കും. ഞാനിപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളൂ, എനിക്കിപ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്. എന്നതാണെന്ന് പറഞ്ഞാലും നിർത്തിക്കൂ, വീട്ടിലോട്ട് പോരും. ഞാൻ വരത്തില്ല. നീ വരത്തില്ല? ഞാൻ വരത്തില്ല. എന്നെ വരുത്തിക്കാനുള്ള മാർഗേ എനിക്കറിയാം. പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഞാൻ ഒന്ന് പറയുന്നേക്ക്, നീ ഇങ്ങനെ കരയാതെ. അയാൾ കാരണം ഉള്ള ജോലിയും കൂടി കളയുക. ഇപ്പം ഞാൻ കാരണം ചേട്ടാ ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോവല്ലേ? എടി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞാൽ അവർ നമ്മളെ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, നീ കാര്യം പറയുന്നു. അവൻ നമ്മളെ ഇത് പേടിപ്പിക്കാനായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, കാര്യം പറയുന്നു. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലെന്ന് നീ പറഞ്ഞാൽ മതി. അതൊന്നും ഇങ്ങനെ കരയാതെ വിഷമിക്കാതെ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി തിരിച്ചു പോവുക. ഇനി ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഉറപ്പാ. ഞാൻ റെഡിയായി, നിങ്ങളിത് എവിടാ? നാത്തൂനെ ഇവിടെ വന്നിരിക്കുന്നേ, അകത്തോട്ട് വാ. ചേട്ടായി ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. എന്താ സെല്ലേ? അച്ഛൻ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അവിടെ വെച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ സാഹചര്യം അറിയാമല്ലോ. പഠിക്കാൻ വിട്ട സമയത്ത് ഞാൻ നന്നായിട്ട് പഠിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു നല്ല ജോലി കിട്ടാനായിട്ടോ സ്വന്തം കാലിൽ നിന്ന് കാണിക്കാനായിട്ടോ എനിക്ക് അതിനുള്ള തൻ്റെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു ബാധ്യത ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. അയാളിപ്പോൾ എറണാകുളം പോയിക്കോ, അതുകൊണ്ട് ഞാൻ ചേട്ടായെ കാണാൻ ഓടി വന്നു. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഫോൺ ചെയ്താൽ പോരായിരുന്നോ? ഫോൺ വിളിച്ചാൽ വരെ അയാൾക്ക് അറിയാം, പിന്നെ അതും പറഞ്ഞ് ബഹളമാവും. അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ളവന്മാരെ കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റിട്ടല്ല, നിന്നെ ഓർത്തിട്ടല്ല, പിള്ളേരെ ഓർത്തിട്ടാ. തന്തയില്ലാതെ പിള്ളേർ വളരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ എന്നെ തേടി വരുമെന്ന്? പറഞ്ഞതാ. ബാ കയറി. അയ്യോ അങ്ങേര് എറണാകുളത്ത് നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് പോകണം. അവൻ്റെ എറണാകുളം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസികളായുള്ളവർക്ക് നാട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ചികിത്സ ചെയ്യുവാനും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ഇവിടെ ചികിത്സ നേടുവാനുമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. 25% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് വഴിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ സോറി ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതാരാ നോക്കിക്കേ. എന്തായിരുന്നു? ചേച്ചി 1 കോടി രൂപ വരെ കവറേജും കിട്ടും. ചേച്ചി ഓക്കെ കേട്ടോ. അല്ല ഒന്നുകൂടെ ഉണ്ട്. റെഡി? അപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ കൊടുത്താൽ മതി, ബാക്കി ഞാൻ പറയട്ടെ. നീ കാര്യം പറഞ്ഞതല്ലോ. ആ റെഡി അല്ലേ? റോളിംഗ് അല്ലേ? ആ ഇപ്പം ഞാൻ കാരണം ചേട്ടായും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ആലോചിച്ചില്ല. രണ്ടാളും കൂടി അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്ത്.
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോൺ സൈലന്റ് ആയിരിക്കണം ഷൂട്ടിന്റെ സമയത്ത്.